വെൽക്കം ബാക്ക് ടു മുഅല്ലിമ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പുതുതായിട്ട് അബായ, ഹിജാബ്, നിക്കാബ് എല്ലാം ഇട്ടു തുടങ്ങണം എന്ന് വിചാരിക്കുന്ന സഹോദരിമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വേണമെങ്കിൽ ഒരു മോട്ടിവേഷൻ വീഡിയോ എന്നും പറയാം. നിക്കാബിൻ്റെ മാധുര്യം മൈ സ്റ്റോറി എന്ന വീഡിയോയിൽ ഒരുപാട് സഹോദരിമാരുടെ കമൻസ് ഞാൻ വായിച്ചു. എനിക്ക് അബായ, ഹിജാബ്, നിക്കാബ് എല്ലാം ഇടണമെന്നുണ്ട്, പക്ഷെ മറ്റുള്ളവർ എല്ലാം എന്താ പറയുക, ഫാമിലിയിലുള്ളവർ എല്ലാം എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല, അങ്ങനെ ഒരുപാട് കമൻസ് ഞാൻ വായിച്ചു. അതുപോലെ എനിക്കറിയാവുന്ന ഒരു സഹോദരി, വളരെ മോഡേൺ ആയിട്ട് നടക്കുന്നവളാണ് അവളും എൻ്റെ അടുത്ത് വന്ന് ഒരു ദിവസം പറഞ്ഞു അവൾക്ക് അബായ, ഹിജാബ്, നിക്കാബ് എല്ലാം ഇടണമെന്നുണ്ട്. ഈ മോഡേൺ ഡ്രസ്സ് എല്ലാം മാറ്റി അബായ, ഹിജാബ്, നിക്കാബ് എല്ലാം ഇടണമെന്ന് ആഗ്രഹമുണ്ട് പറഞ്ഞു. പക്ഷേ ആഗ്രഹമുണ്ട് എന്ന് അവൾ പറഞ്ഞു, പക്ഷേ അവൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല. പലർക്കും അതിന് സാധിക്കാത്തത് നമ്മുടെ ചുറ്റുമുള്ളവർ എന്ത് പറയും അങ്ങനെ ആലോചിച്ചിട്ടാണ്. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അങ്ങനെയുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് പിശാചിൻ്റെ ഒരു മെയിൻ ട്രിക്കാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ പലരെയും ആലോചിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആഗ്രഹമുള്ള ഒരു കാര്യം ഒഴിവാക്കും. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് ഫേസ് ചെയ്യാൻ കഴിയില്ല എന്ന് കരുതി അബായ, ഹിജാബ്, നിക്കാബ് ഒഴിവാക്കും അല്ലേ? അങ്ങനെ എൻ്റെ അറിവിൽ ഒരുപാട് സഹോദരിമാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സഹോദരിമാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അബായ, ഹിജാബ്, നിക്കാബ് എല്ലാം ഇടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഇടണം. കാരണം നിങ്ങൾക്ക് ഈ പറഞ്ഞ ആളുകൾ ആരും നിങ്ങൾക്കുണ്ടാകില്ല. നിങ്ങൾ നല്ല കാര്യം ചെയ്താൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാകുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നല്ലത് അത് ചെയ്യുക. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് അബായ, ഹിജാബ്, നിക്കാബ് ഇടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തുടർന്ന് ഇട്ടുപോയിക്കോളൂ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എനിക്ക് പോലും ഞാൻ നിക്കാബിൻ്റെ മാധുര്യം മൈ സ്റ്റോറി എന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പരിഹാസങ്ങൾ, കുത്തുവാക്കുകൾ എല്ലാം അനുഭവിച്ചിട്ടുണ്ട്. ശരിക്കും അതൊരു വിഷയമേ അല്ല. നമുക്ക് അതുകൊണ്ട് ഗുണമുണ്ടെന്ന് നമുക്ക് തോന്നി തുടങ്ങിയാൽ പിന്നെ ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും നമുക്കത് കേൾക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എനിക്ക് തന്നെ തുടക്കത്തിൽ കുറേ കളിയാക്കലുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ടൈം എത്തുമ്പോൾ അവർ തന്നെ നിർത്തി. കാരണം എത്രയെന്ന് കരുതിയാ അവരത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു സമയം എത്തുമ്പോൾ പറഞ്ഞവരെല്ലാം നിർത്തും. പക്ഷേ തീർച്ചയായും നിങ്ങൾ അബായ, ഹിജാബ്, നിക്കാബ് ഇട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറേ നെഗറ്റീവ് പറയാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പോൾ അത് എപ്പോഴും മുന്നിൽ കണ്ടിട്ട് വേണം, അതിനൊക്കെ റെഡി ആയിട്ട് വേണം നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളും അബായ, ഹിജാബ്, നിക്കാബ് ഇട്ട് തുടങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് ആളുകൾ വരും. ഒരുപാട് പരിഹാസങ്ങൾ എല്ലാം വരും, ഒന്നും മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ആദ്യം നമ്മൾ സ്വയം പ്രിപ്പയർ ആവുക. ഇതെല്ലാം എനിക്ക് കേൾക്കേണ്ടി വരും, ഞാൻ അതിൽ ഒന്നും തളരില്ല എന്നൊരു ആത്മവിശ്വാസം നിങ്ങളിൽ ആദ്യം ഉണ്ടാവണം. അത് ആദ്യം ഉണ്ടാക്കിയെടുക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, അബായ, ഹിജാബ്, നിക്കാബ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു പറയണം, നമ്മൾ അബായ, ഹിജാബ്, നിക്കാബ് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കിത് നിലനിർത്തി തരണമെന്നും എനിക്കിത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണേ എന്നും, ഞാനിങ്ങനെ നടക്കുന്നതിന് മറ്റുള്ളവരുടെ വായിൽ നിന്ന് എനിക്ക് നല്ല കാര്യങ്ങൾ കേൾക്കാൻ പറ്റണേ എന്നും, ഞാൻ ഈ വസ്ത്രം മുന്നോട്ട് തുടരുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് പരിഹാസങ്ങളെല്ലാം കേൾക്കേണ്ടി വന്നാൽ അത് നേരിടാനുള്ള ഒരു മനക്കരുത്ത് എനിക്ക് നൽകണേ എന്നും എല്ലാം നിങ്ങൾ ദുആ ചെയ്യണം. അള്ളാഹുവാണ് നമുക്ക് വലുത്. അപ്പോൾ ദുആ ആദ്യം നിങ്ങൾ ചെയ്യണം. എന്നിട്ട് പ്രിപ്പയർ ആവുക. എന്നിട്ട് അബായ, ഹിജാബ്, നിക്കാബ് ധരിക്കാൻ ശ്രമിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഒരു കാര്യം കൂടി, ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം, ഞാൻ ഇത്ര കാലം മോഡേൺ ഡ്രസ്സ് ഇട്ടു, ഇനിയിപ്പോൾ അബായ, ഹിജാബ്, നിക്കാബ് ഇട്ടിട്ട് എന്തായാലും അള്ളാഹു എന്നെ ശിക്ഷിക്കൂലേ, പിന്നെ ഇപ്പോൾ ഇട്ടിട്ട് അങ്ങനെയെല്ലാം തോന്നിയാൽ അതും പിശാചിൻ്റെ ഒരു ട്രിക്കാണ്. നമ്മൾ അതിൽ വീഴരുത്. നമുക്ക് തോന്നും നമ്മൾ പെർഫെക്റ്റ് അല്ല,
ഇനിയിപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടെന്താ, അങ്ങനെയെല്ലാം തോന്നും. പക്ഷേ നമ്മൾ എപ്പോഴും നല്ലതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്തോറും നമ്മൾ അങ്ങനെ നല്ലതിലേക്ക് എത്തും. അപ്പോൾ പണ്ട് ഞാൻ അങ്ങനെയായിരുന്നല്ലോ എന്നൊക്കെ കരുതിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാതിരിക്കരുത്. പാസ്റ്റ് അങ്ങനെയായിരുന്നല്ലോ കരുതി മുന്നോട്ട് അതേ കാര്യം തന്നെ ചെയ്തുകൊണ്ടേയിരുന്നാൽ നമുക്ക് വീണ്ടും തെറ്റുകുറ്റങ്ങൾ കൂടുകയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും നല്ലതിലേക്ക് വരാൻ ശ്രമിക്കണം. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ് തെറ്റ് ചെയ്തിട്ട് അതിൽ പശ്ചാത്തപിച്ച് മടങ്ങി നമ്മൾ നല്ലതായി പ്രവർത്തിച്ച് നടക്കുക എന്ന കാര്യം അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ പാസ്റ്റ് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ ഇനി ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മോഡേൺ ആയി നടക്കുന്നതിലും ഏറ്റവും നല്ലത് ഔറത്ത് മറച്ച് നടക്കുന്നതാണ്. അബായ, ഹിജാബ്, നിക്കാബ് എല്ലാം ഇട്ട് നടക്കാൻ എല്ലാ സഹോദരിമാരും ശ്രമിക്കണം. എല്ലാവർക്കും നല്ലത് പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.